ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സോണിയുടെ മോണിറ്റർ ആൻഡ് കൺട്രോളർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോണി A7 IV അവർ ലോഞ്ച് ചെയ്തേക്കുന്നത്. സോ അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോണിയുടെ മോണിറ്റർ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. സോ ഇതിന് മുന്നേ ബാക്കിയുള്ള കുറച്ച് ഡിവൈസുകൾക്ക് സപ്പോർട്ടഡ് ആയിരുന്നു. A7 IV കൂടി അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട് തോന്നുന്നു. സോ അതൊന്ന് ജസ്റ്റ് ലോഗിൻ ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും അത് നമ്മുടെ ആപ്പ് സ്റ്റോറിലെല്ലാം അവൈലബിൾ ആണ്. ഇത് എൻ്റെ ഐഫോണിൻ്റെ മിററിംഗ് സിസ്റ്റമാണ്. ഇത് ക്യാമറയുടെ വ്യൂ ആണ്. ഓക്കെ, മോണിറ്റർ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെർച്ചിങ് ഫോർ ക്യാമറ എന്നാണ് പറയുന്നത്. ബ്ലൂടൂത്ത് എനേബിൾ ചെയ്ത് ഓൺ ചെയ്ത് വെക്കണം ക്യാമറയ്ക്കകത്ത്. സോ ഇവിടെ പെയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇതാണ് നമ്മുടെ ക്യാമറയുടെ നെയിം. സോ നമ്മളൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ പെയറിംഗ് കൊടുക്കുമ്പോൾ മെനുവിനകത്ത് നെറ്റ്വർക്ക്സ് ഇതാണ്. നെറ്റ്വർക്കിനകത്ത് ബ്ലൂടൂത്തിനകത്ത് പോയി പെയറിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ. ഡിവൈസ് കണക്റ്റഡ്. ഓക്കെ, സോ അഗൈൻ ഇത് ജോയിൻ ദി നെറ്റ്വർക്ക്. അതിൻ്റെ നെറ്റ്വർക്കിലോട്ട് ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ദിസ് ആപ്പ് ഈസ് നോട്ട് സപ്പോർട്ടഡ് ഓപ്പറേഷൻ സ്റ്റിൽ ഇമേജ് ഷൂട്ടിംഗ് മോഡ്. സ്വിച്ച് ടു മൂവി മോഡ്. ഓക്കെ, മൂവി മോഡിലോട്ട് സ്വിച്ച് ചെയ്യുന്നു. ഇത് ക്യാമറയിൽ നിന്നുള്ള ഡയറക്റ്റ് വ്യൂ ആണ്. ഇതാണ് നമ്മുടെ മോണിറ്ററും കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. ഷട്ടർ സ്പീഡ് നമുക്ക് കുറയ്ക്കാം. 1/4 ഒക്കെ ആയിട്ട് നമുക്ക് അത്രയും ഇത് കുറയ്ക്കാം. ISO കൂട്ടി കൊടുക്കാം നമുക്ക്, അല്ലെങ്കിൽ ISO ഓട്ടോ ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഇതിനകത്ത് പിക്ചർ പ്രൊഫൈൽ എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് തന്നെ മോണിറ്ററായിട്ട് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെയാണ് മാനുവലി നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളൊരു ഇതെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഫോക്കസ് ചേഞ്ച് ആവുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. വേവ് ഫോംസ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമുക്കവിടെ കാണിക്കുന്നുണ്ട്. ിനകത്ത് നമുക്കിവിടെ എനേബിൾ ചെയ്യാൻ വേവ് ഫോംസ്, ഹിസ്റ്റോഗ്രാം, സീബ്ര, അതെല്ലാം നമുക്കിവിടെ എനേബിൾ ചെയ്യാൻ പറ്റും. ഗ്രിഡ് ലൈന്, റൊട്ടേഷൻ, ഇത് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. എക്സ്പോഷർ, എല്ലാ വാല്യൂസും നമുക്ക് ഇതാവും. ലാസ്റ്റ് ഫൈനലി നമുക്കിവിടെ റെക്കോർഡ് കൊടുത്തെന്ന് വെച്ചാൽ ഇവിടെ റെക്കോർഡ് ചെയ്യും. അതേ സംഭവം എന്താ ഇവിടെ താഴെ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് സ്റ്റെബിലൈസേഷൻ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഫയൽ ഫോർമാറ്റ്സ് അങ്ങനത്തെതെല്ലാം നമുക്ക് ഇതാവും. ഓക്കെ, ഇതാണ് മോണിറ്റർ ആൻഡ് കൺട്രോൾ ആപ്ലിക്കേഷൻ്റെ ഒരു ബേസിക് വ്യൂ. ലൈക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം, ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. സോ ഇതേപോലത്തെ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളായിട്ട് ഇനിയും വരാം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഒരു ചെറിയ ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പോലത്തെ നല്ല വീഡിയോകളുമായി വീണ്ടും വരാം. ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.